എടുത്തു പറയാനായിട്ടില്ല. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് മിടുക്കിയാണ് എന്ന് എനിക്ക് ഞാൻ തന്നെ എന്നെ ബോധ്യപ്പെടുത്തിയത് ഓഫ്കോഴ്സ് ആ വിന്നറായി എന്നുള്ള ആ മൊമെന്റിൽ തന്നെയാണ്. പിന്നെ മിടുക്കിയാണ് എന്ന ഷോ ഓരോ ഘട്ടത്തിലും എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കാര്യം ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ കണ്ടസ്റ്റൻ്റെ ഉള്ളിലുള്ള മിടുക്കീനെ അവർ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും മിടുക്കിയാണ്, ഞാൻ കുറച്ചും കൂടി മിടുക്കിയായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു മിടുക്കി എന്ന് ഞാൻ സ്വയം സാറ്റിസ്ഫൈഡ് ആയി. ഇനി അത് ആൾക്കാരെയും ബോധിപ്പിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരു മീഡിയം ലെവലിൽ നിന്നിരുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഭയങ്കര കലാതിലകം കൈൻഡ് ഓഫ് സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കാഡമിക്സും ഒരുപോലെ ആരെക്കൊണ്ട് പരാതിയൊന്നും പറയിപ്പിക്കാണ്ട് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അതുപോലെ സ്കൂൾ ടൈമിൽ എല്ലാ ഐറ്റംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നിരത്തി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ കൂടുതലും സ്പീച്ചിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോളേജ് ടൈമിലാണെങ്കിലും ആങ്കറിംഗ് ആണ് മെയിനായിട്ട്, സ്പീച്ചും ആങ്കറിങ്ങും ആണ്. എന്നിട്ട് കോളേജിൽ 2 വർഷവും ബെസ്റ്റ് ആങ്കർ പ്രൈസൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ അതൊക്കെയാണ് സ്കൂൾ ടൈം അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാനായിട്ടുള്ളത്. മെഡിക്കലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ മീഡിയയിലൊന്നും ഞാൻ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫീൽഡിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ഫ്രണ്ട് ഈ ആഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നെ നിർബന്ധിച്ച് എന്താ നിനക്കൊന്ന് അപ്ലൈ ചെയ്താലേ നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു വേണ്ട, ട്രൈ ചെയ്യണ്ട, എന്തിനാ വെറുതെ, നല്ല നല്ല കുറേ കുട്ടികളൊക്കെ വരില്ലേ, അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി മാറില്ലേ, അപ്പോൾ വേണ്ട എന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആളുടെ ഒരു കമ്പൽഷൻ കാരണമാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. അത് ഞാൻ വീട്ടിൽ ആരുടെ അടുത്തും പറഞ്ഞില്ല, കാരണം കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പോലും പറയാണ്ട് ഞാൻ നൈസായിട്ട് മെയിൽ ചെയ്ത് കൊടുത്തു ഫോട്ടോസും ബയോഡേറ്റും ഒക്കെ. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ അമ്മയുടെ ഫോണിലേക്ക് ആ കോൾ വന്നു, നമ്പർ ഞാൻ കൊടുത്തിരുന്നു. കോൾ വന്നപ്പോഴാണ് അമ്മ ഈ സത്യങ്ങളൊക്കെ അറിയണം, ഇങ്ങനെ ഒരു ഷോ ഉണ്ടെന്നും അതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും. അങ്ങനെ അവിടെ നിന്ന് ഓരോ ലെവൽ ഓഫ് ഓഡീഷൻസിലേക്കും സെലക്ഷൻ കിട്ടി എനിക്ക് ഒരുപാട് ഗ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പാർട്ടിസിപ്പൻ്റ് ആവാൻ പറ്റിയത്. വെല്ലുവിളികൾ ഒരുപാടുണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ കോമ്പറ്റീഷനിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് പേഴ്സണാലിറ്റി സൈഡും ഫാഷൻ സൈഡും ടെസ്റ്റ് ചെയ്യണ കുറേ കോമ്പറ്റീഷൻസ് ആയിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ കോറും അതിൽ ടെസ്റ്റ് ചെയ്യപ്പെടുമല്ലോ. പേഴ്സണാലിറ്റിയും ഫാഷനും ആയി കഴിഞ്ഞാൽ എല്ലാം ആയി. അപ്പോഴത്തേക്കും കുറേ ടെൻഷൻസും കുറേ വെല്ലുവിളി. ഫാഷൻ എന്നൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കാര്യം ഞങ്ങൾ 20 കണ്ടസ്റ്റൻസും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഓരോരുത്തരും അത്രയും സ്ട്രോങ് കണ്ടന്റേഴ്സ് ആയിരുന്നു. മോഡലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളും ഓൾറെഡി കമ്പയറിംഗ് ഒക്കെ ചെയ്തിട്ട് പല ഷോസും ചെയ്തിട്ടുള്ള കുട്ടികളും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരൊരു വലിയ വെല്ലുവിളിയായിരുന്നു. പിന്നെ സ്പെഷ്യലി നമ്മുടെ ജഡ്ജസ്, ഫാഷൻ ജഡ്ജസ് എന്ന് പറയുമ്പോൾ അംബിക മാമും ശാലിനി മാമും അവരത്രയും സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വരെ ഒരു ഗുരുവായൂർക്കാരിയായി എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുപോലെ പേഴ്സണാലിറ്റി സൈഡും പീയൂഷ് മാമും ശൈലേഷ്യ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും നമ്മളുടെ അകത്ത് കയറി നമ്മളെ ചൂഴ്ന്നെടുക്കുന്ന പാർട്ടീസാണ്. അവർ അത്രയും നമ്മളെ ടെസ്റ്റ് ചെയ്യും, അത്രയും നമ്മളെ ഗ്രിൽ ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ മുൻപിൽ അതുപോലെ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ജഡ്ജസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു പരാജയമാണല്ലോ. നമ്മളിപ്പോൾ ഈ ടൈറ്റിൽ വിൻ ചെയ്യുന്നോ ഗ്രാൻഡ് ഫിനാലിൽ എത്തുന്നോ എന്നുള്ളതല്ല. നമ്മളെപ്പോൾ സ്റ്റേജിൽ കയറുമ്പോഴും നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ജഡ്ജസിന് ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു റിമാർക്കബിൾ പെർഫോമൻസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളത് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഒരുപാട് എഫേർട്ട് എടുത്ത് രാവും പകലും ഇതിനു വേണ്ടി നടന്ന് ഊണും ഉറക്കമൊക്കെ കളഞ്ഞ് കുറേ എഫേർട്ട്, എല്ലാവരും അങ്ങനെയായിരുന്നു. 20 കണ്ടസ്റ്റൻസും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇതിനു വേണ്ടി ഓരോ റൗണ്ട് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ടാവും. എന്നിട്ടാണ് ആ ഒരു 5 മിനിറ്റ് പെർഫോമൻസ് നമ്മുടെ ഉണ്ടാവുക. അപ്പം അതെല്ലാം ഒരു വെല്ലുവിളിയായിരുന്നു. മാറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാര്യം അത് ജഡ്ജസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാറുണ്ട്. ആദ്യം വളരെ എന്താ പറയുക, ഒരു ബേസിക് ലെവലിലുള്ള ഒരു പെർഫോമൻസ് മാത്രമായിരുന്നു. ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബേസിക് പെർഫോമർ ആയിരുന്നു ഞാൻ. ആദ്യത്തെ റൗണ്ട്സിലൊക്കെ ഒരു ആവറേജ് മാർക്സ് ഒക്കെ കിട്ടി, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ സെഷൻസിന് മുൻപ് ഞങ്ങൾക്ക് ഗ്രൂമിംഗ് ഉണ്ടാവാറുണ്ട് 4 ജഡ്ജസിൻ്റെയും.
അപ്പോൾ ആ ഗ്രൂമിങ്ങിൽ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല, നമ്മൾ കണ്ടസ്റ്റൻസിന്നും അവരുടെ പെർഫോമൻസിൽ നിന്നും ജഡ്ജസിൻ്റെ കമൻസിൽ നിന്നും അങ്ങനെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ അറിയാനായിട്ടും പഠിക്കാനായിട്ടും അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനായിട്ട് പറ്റും. കാരണം കണ്ടസ്റ്റൻസിനെ ഒബ്സർവ് ചെയ്യുക, അവരുടെ പെർഫോമൻസ്, ജഡ്ജസിൻ്റെ കമൻസ്, ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കുറേയൊക്കെ നമുക്ക് എന്താണ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് കുറേ സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്ത് അങ്ങനെയും ഇങ്ങനെയും എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു ഓരോ സ്റ്റേജിലും കയറിയിരുന്നത്. അപ്പോൾ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് ജഡ്ജസ് പറയുമ്പോൾ നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ഫാഷനിലും പേഴ്സണാലിറ്റിയിലും ബാലൻസ് ചെയ്തിട്ട് രണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റി. ഫാഷനിലൊന്നും ഒരിക്കലും ഒരു ഫ്ലോപ്പ് പെർഫോമൻസ് പോയിട്ടില്ല എൻ്റെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു നാട്ടുമ്പുറത്തുനിന്ന് പോകുമ്പോൾ ഫാഷനിൽ അത്രയും നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല. പൊതുവായിട്ടുള്ളൊരു ധാരണ അങ്ങനെയാണല്ലോ. മെട്രോപൊളിറ്റൻ സിറ്റീസിന് മാത്രമേ ഒരു മോഡലിന് കിട്ടൂ അല്ലെങ്കിൽ ഒരു ഫാഷനിലൊരു മാർക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അത് മാറ്റി കുറിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കാം എന്ന് തോന്നി. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ഞാൻ ഏറ്റവും ആസ്വദിച്ചത് ഞാൻ ട്രെയിൻ ഡാൻസറൊന്നും അല്ല, പക്ഷേ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടാറ്. ഭയങ്കര ഗ്രേസ്ഫുൾ ഡാൻസറാണെന്നൊക്കെ എപ്പോഴും ജഡ്ജസിൻ്റെയും റിമൈഡിങ് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഡാൻസ് റൗണ്ട്സൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിൽമി ഫാഷൻ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ടായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്തൊരു റൗണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാലൻറ്റ് റൗണ്ടും അതിലെനിക്ക് ഹയസ്റ്റ് സ്കോറായിരുന്നു. ഭയങ്കര നല്ല കമൻസ് ഒക്കെ കിട്ടി. പിന്നെ എനിക്ക് ആസ്വദിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു പ്രസൻറ്റേഷൻ റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക. അതിൻ്റെ യൂസും അതിനെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് കർച്ചീഫായിരുന്നു കിട്ടിയത്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ മാക്സിമം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് തമാശകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എൻജോയബിൾ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവിടെ ഓർക്കാനായിട്ട്. വേഴാമ്പൽ അതിനി ഞാൻ മരിച്ചാലും മറക്കില്ല. കാര്യം എനിക്കറിയാം എൻ്റെ പേര് തന്നെ ഒട്ടകപ്പക്ഷി എന്നാണ്. കാര്യം ആ ഇൻ്റർവ്യൂവിൽ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബേർഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ വളരെ മാന്യമായി ഞാൻ ഒട്ടകപ്പക്ഷി എന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമായിരുന്നു. അതിനുശേഷം അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് പോലും ഒട്ടകപ്പക്ഷിയുടെ അമ്മയല്ലേ എന്നായിരുന്നു ചോദ്യം. അമ്മ തകർന്നു പോയി. കാരണം ഒട്ടകപ്പക്ഷിയുടെ അമ്മയല്ലേന്ന് മൂന്നാമതൊരാൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണല്ലോ. അങ്ങനെ പേര് തന്നെ ഒട്ടകപ്പക്ഷി എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചൊരു റൗണ്ടായിരുന്നു അത്. അതെൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റി നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു അനുഭവമാണ്. കാര്യം അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു നോർമൽ മോക്ക് ജോബ് ഇൻ്റർവ്യൂ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വരിക, നിങ്ങളുടെ സബ്ജക്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരിക, നിങ്ങൾക്കൊരു മോക്ക് ജോബ് ഇൻ്റർവ്യൂ ഉണ്ടാവുന്നു. നമ്മൾ കുറേ റെഫറൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടൻസിയും നമ്മുടെ ബിസിനസ്സും എല്ലാം നമ്മൾ പഠിച്ച് പോയി അവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് കൊണ്ട് ഭയങ്കര സംഭവമായിരുന്നു അവിടെ. കാര്യം സാബു സാറും പാർവതി മാമും പ്രശാന്ത് സാറും ആയിരുന്നു. ഇവർ 3 പേരും കൂടിയിട്ട് മാക്സിമം നമ്മളെ ഹെറാസ് ചെയ്യുക, മാക്സിമം നമ്മളെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി എന്തത് ഇങ്ങനെയൊക്കെയാന്ന് തോന്നി. പിന്നെ നമ്മുടെ ചാനലായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഇതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന്. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യായിരുന്നു. അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ അതത്രേ ഉള്ളൂ. നമ്മൾ എന്തുണ്ടാവുമ്പോഴും നമ്മളാരെയും ബോധിപ്പിക്കാനായിട്ടൊന്നും ചെയ്യരുത്. നമ്മളെന്താണോ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അതായിരുന്നു ആ റൗണ്ടിൽ. കാര്യം കുറേ ബ്ലണ്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത ആള്, സെക്കൻഡ്സിനുള്ളിൽ ഇപ്പുറത്തെ ആള്, അങ്ങനെ ചോദ്യശരങ്ങളായിരുന്നു. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം, അത്യാവശ്യം ബ്ലണ്ടേഴ്സും പറഞ്ഞു.
എന്നിട്ട് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ അവസരങ്ങളിൽ എന്താണെന്നറിയില്ല, പൊതുവെ ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇതുപോലെയുള്ള ബ്ലണ്ടേഴ്സൊക്കെ കുറെ വരും എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റുപ്പിഡ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് എനിക്കിവിടെ ജോലിയില്ല ഇറങ്ങി പോയിടുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്കത് അത്ര ഫീൽ ചെയ്തില്ല. കാരണം ഒരു പകുതി സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ജോബ് ഇന്റർവ്യൂ അല്ല, ഇവർ വേറെ എന്തോ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം മിടുക്കിയിൽ അത്രയും ടാസ്കുകൾ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പകുതി എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ജേണിയുടെ. അന്ന് അത്രയും നാൾ ഞങ്ങൾക്ക് കിട്ടിയ ഓരോ ടാസ്കിലും ഞങ്ങളുടെ എബിലിറ്റീനെയും ഞങ്ങളുടെ കാലിബറിനെയാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അല്ലാണ്ട് ആ ടാസ്ക് അതുപോലെ തന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യുക. ഒരു ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും നമ്മൾ അതിനെങ്ങനെ മാനേജ് ചെയ്തു, നമ്മളുടെ ഇൻപുട്സ് എന്തായിരുന്നു, അതാണ് അവർ ജഡ്ജ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു സ്ട്രെസ് ഇന്റർവ്യൂ ആണെന്നൊരു എനിക്കൊരു പകുതി ആയപ്പോഴത്തേക്കും മനസ്സിലായി. അപ്പം അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തു. നമ്മൾ അവരെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാതെ നമ്മളുടെ മാന്യമായ രീതിയിൽ പോയി. വായനാശീലം ഇപ്പോൾ നന്നായി തുടങ്ങി. കാര്യം ആ ഇൻ്റർവ്യൂ റൗണ്ട് ഒരു ഐ ഓപ്പണർ ആയിരുന്നു. ഞാൻ പൊതുവേ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് മാഗസീൻസ് അങ്ങനെയൊക്കെ വായിക്കുന്നല്ലാണ്ട് ബുക്സ് വായന ഒട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബോറടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് കുറേ പ്രാവശ്യം. ഒരു 2-3 പേജ് കഴിഞ്ഞാൽ അത് നിർത്തും. അപ്പോൾ മെഡിക്കലിൽ പോയതിന് ശേഷം ഞങ്ങളുടെ ജഡ്ജ് പീയൂഷ് മാം തന്നെ കുറേ ബുക്സൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഫോട്ടോ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു. വലിയ കട്ടി ബുക്സൊക്കെ തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു. കാര്യം അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആ കോമ്പറ്റീഷനോടുള്ള നമ്മളുടെ ഒരു അറ്റാച്ച്മെൻറ്റും നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കാരണം എനിക്കത് വായിക്കണം എന്ന് തോന്നി. മാം ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് തന്ന സ്ഥിതിക്ക് നന്ദികേടായി പോവല്ലോ എന്ന് വിചാരിച്ച് വായന അങ്ങനെ തുടങ്ങിയിരുന്നു. ആ വായന ഒരു 50% ഞാൻ ഇൻ്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും ആ വായനയ്ക്ക് അപ്പുറം ഒരു വായന വേണമെന്ന് ബോധ്യമായി. എന്നിട്ട് എനിക്ക് ഈവൻ മഴവിൽ മനോരമയിൽ എനിക്ക് ഗിഫ്റ്റുകളൊക്കെ വന്നിരുന്നു, ബുക്സാണ് വന്നിരുന്നത്. അങ്ങനെയെങ്കിലും വായിച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബുക്കൊക്കെയാണ് കുറേ പേര് എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു. അപ്പോൾ അത് ഞാൻ വായിച്ചു തുടങ്ങി. ഇപ്പോൾ വായന ഒരു ഭാഗമായിട്ട് മാറി ജീവിതത്തിൻ്റെ. ഉണ്ട് വായനയ്ക്ക് വേണ്ടി സ്പെഷ്യൽ. ആദ്യം സമയം കിട്ടുമ്പോൾ വായിക്കാം എന്നുള്ളൊരു ലെവലായിരുന്നു. ഇപ്പോൾ വായനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി റൂട്ടീനിലൊരു സമയം മാറ്റി വെക്കും. അത് നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്ക് ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ക്രിസ്പായിട്ട് സംസാരിക്കാൻ വായന ഹെൽപ്പ് ചെയ്യും ഒരുപാട്. അതുപോലെ ഏതൊരു ടോപ്പിക്ക് ആരെടുത്തിട്ടാലും അതിനെപ്പറ്റി ഒരു വേർഡെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ വായന സഹായിക്കും എന്ന് തോന്നുന്നു. പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വളർത്തിയെടുക്കാൻ വായനയിലൂടെ. ചെറുകഥകളാണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വായിച്ചിരുന്നത്. പിന്നെ നോവലുകളിലേക്ക് കടന്നു തുടങ്ങി. ബുക്സൊക്കെ കുറേ മേടിച്ച് വെച്ചു. അപ്പോൾ ചെറുകഥകൾ ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെയും മാധവിക്കുട്ടിയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും കുറേ കഥകളൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജഡ്ജസിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. കാര്യം ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റീസ് അല്ലാത്ത ജഡ്ജസ് ഒരു ഷോയിൽ വന്ന് ജഡ്ജ് ചെയ്യുന്നത്. അത് മിടുക്കിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ ആദ്യം എല്ലാവർക്കും ഭയങ്കര ആശങ്കയായിരുന്നു, ആരും അറിയാത്ത ജഡ്ജസ് ആണ്, കണ്ടുപരിചയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ ഫീൽഡിൽ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഷോനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ ഞങ്ങളുടെ ജഡ്ജസ് ആണ്. പലരും പുറത്ത് പോയി കഴിഞ്ഞാൽ മിടുക്കിയുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും അല്ല ചോദിക്കുക, ജഡ്ജസിനെ പറ്റിയിട്ടാണ് ചോദിക്കുക. ആ ജഡ്ജ് എന്ത് പറയുന്നു, ഈ ജഡ്ജ് എന്ത് പറയുന്നു, ഞങ്ങളുടെ അന്വേഷണം പറയണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പിന്നെ ജഡ്ജസ് നമുക്ക് തരുന്നൊരു, അവർക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളോട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു അവർ. ഓരോ ഘട്ടം വരുമ്പോഴും ഇപ്പോൾ പീയൂഷ് മാം ഒക്കെ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ റെമ്യൂണറേഷൻ പോലും വാങ്ങാണ്ട് വന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ ഫ്ലൈറ്റിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. ആൾ ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്, സിക്ക് ലീവ് ഒക്കെ കൊടുത്തിട്ട്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ചാർജ് മാത്രം മതി, എനിക്ക് എൻ്റെ റെമ്യൂണറേഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത്രയും കമ്മിറ്റഡ് ആണ് ആൾക്ക്. ഒരു 20 പെൺകുട്ടികളെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയാൽ അവരിലൂടെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആൾ അത്രയും, ഈവൻ മെയിൽസ് പോലും അയക്കും ഞങ്ങൾക്ക്. മെയിലിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ആക്സസ് ഇല്ലാത്ത പല ന്യൂസിനെ പറ്റിയിട്ടും ആൾ നമുക്ക് മെയിൽ അയക്കും. ഞങ്ങൾക്ക് 20 പേർക്കും, അതിൽ ഔട്ടായി പോയാലും അവർക്കും ഉണ്ടാവും മെയിൽ. എല്ലാവർക്കും ഒരേ മെയിൽ അയച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ പോയിന്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു ഡിബേറ്റ് തന്നെ ഞങ്ങൾ മെയിലിൽ കൂടെ നടത്താറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഓരോ കാര്യത്തിനെ പറ്റി അറിയാനും നമ്മളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെയായിരുന്നു ഓരോ ജഡ്ജസും. അവരുടെ ഇൻപുട്സ് കുറേ തരും, അവർക്കറിയാവുന്ന കാര്യങ്ങൾ കുറേ. ഞങ്ങൾക്കൊരു മേക്കപ്പിനൊക്കെ പറ്റിയിട്ടൊരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു, എങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അംബിക മാമിൻ്റെ. അതുപോലെ കുറേ സ്ട്രെസ് റിലീവിങ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു സൈലേഷ മാമിൻ്റെ. കാരണം സ്ട്രെസ് ഔട്ട് ആവുക എന്നുള്ളത്
ഒരു മനുഷ്യൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യം. അപ്പോൾ അതിനും കുറേ ഹെൽപ്ഫുള്ളായിട്ട് ഈവൻ ശാലിനി മാം പോലും എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ആദ്യമൊക്കെ ഭംഗിയുള്ള ഡ്രസ്സ് ഇടുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഡ്രസ്സ് അക്കോർഡിംഗ് ടു യുവർ ബോഡി എന്നുള്ള കാര്യം കൂടി പഠിച്ചു. അപ്പോൾ അങ്ങനെ കാര്യം നമ്മളൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളെ ജഡ്ജ് ചെയ്യുന്ന ആളുടെ ഒരു ഔട്ട്ഫിറ്റിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഓരോ ജഡ്ജസും നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് മെയിൽ അയക്കുക, ഒരു ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്. ഒരു ജഡ്ജും കണ്ടസ്റ്റൻറ്റും പോലെയല്ല, ഞങ്ങൾ ഒരു ഫാമിലി പോലെയായിരുന്നു അവിടെ. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ വന്ന് വഴക്ക് പറയും, വന്ന് പിച്ചൊക്കെ ചെയ്യും ഞങ്ങളെ വന്നിട്ട്, എന്താ അങ്ങനെ പറഞ്ഞത്, എന്തിനാ അങ്ങനെ ചെയ്തത്, ഞങ്ങൾ കുറേയും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ കൂടെ അവർ ശരിക്കും അവിടെ അവർ നമ്മളെ വളർത്താൻ വേണ്ടി നമ്മുടെ കൂടെ നമ്മളിങ്ങനെ നർച്ചർ ചെയ്ത് പോവായിരുന്നു. സോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദ്യം ഞാൻ എന്താ വിചാരിച്ചിരുന്നത് വെച്ചാൽ സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ കിട്ടി ഒരു സ്റ്റാൻഡൊക്കെ ആവുമ്പോൾ അവർക്ക് വേണ്ടി അത് ചെയ്യാം, ഇവർക്ക് വേണ്ടി ഇത് ചെയ്യാം, കുറച്ച് ചാരിറ്റി വർക്കൊക്കെ തുടങ്ങാം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ജോലി വേണമെന്നോ സ്വന്തമായിട്ടൊരു ഇൻകം വേണമെന്നോ ഇല്ല. ഏത് പ്രായത്തിലും ഏത് വ്യക്തിക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ ഇട്ട് തന്നത് ഈ ഷോ ആയിരുന്നു. ഞങ്ങൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് റൗണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഏജിന് പറ്റുന്നത്, നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും ഒരു സോഷ്യൽ കോസ് എടുക്കുക, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. പലരും വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ പലതും എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൂടാ. കാര്യം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കുറ്റവാളികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു 50% എങ്കിലും മെയിൻ റീസൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ്. കാര്യം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഹീനമായ പ്രവർത്തികൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഒരു പക്ഷേ അവർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നേനേന്ന്. അപ്പോൾ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായിരിക്കാം പറ്റാത്തത്, അല്ലാണ്ട് മനഃപൂർവ്വമായിരിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ സാമ്പത്തികം മാത്രം ഒരു കാരണമായിട്ട് ഏതെങ്കിലും കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ സ്പോൺസർ വഴി പഠിപ്പ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത് ബാക്കി എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ 2 കുട്ടികളെ സ്പോൺസർ വഴി എനിക്ക് അതും ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അറിയാവുന്നവർ, അതായത് എനിക്കറിയാവുന്ന കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചപ്പോൾ അവരെക്കാളും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് ഫേസ്ബുക്കിലൂടെ 2 NRIs ആണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഏർണിങ്ങിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നല്ലൊരു കാര്യത്തിന് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം എനിക്ക് അത്ര റിലയബിളായിട്ട് തോന്നിയില്ല, കാരണം ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്ര റിലയബിൾ അല്ല. പക്ഷേ ഞാൻ എല്ലാം ചെയ്ത് നോക്കി വന്നപ്പോഴത്തേക്കും അവർ റെഗുലറായിട്ട് കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവരുടെ സൈഡ് അവരിപ്പോഴും മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രം, ഇപ്പം ഞാനൊരു കോഴ്സ് എടുത്തെങ്കിൽ ഞാൻ അത് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് വേണ്ട. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്. അതിലും വേഴ്സ്റ്റായിട്ടൊരു സിറ്റുവേഷൻ ഇനി വരാനില്ല. കാരണം എനിക്കും കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായതുകൊണ്ട് എനിക്കറിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാലിയേറ്റീവിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ പാലിയേറ്റീവ് കെയറിൽ പോയി അവിടെ വോളണ്ടിയറായി ജോയിൻ ചെയ്തു. അവിടെ IP ഇല്ല, OP മാത്രമേ ഉള്ളൂ. പുറത്ത് പേഷ്യൻസിനെ പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ അവിടെ പോയി പ്രവർത്തിച്ച് തുടങ്ങി. അപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞിട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും അത് അനുഭവിച്ചറിയണം. അത്രയും സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ അവിടെ പോകുന്ന ആ ഒരു ദിവസമാണ് നമുക്ക് തോന്നുക, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്തു, ഇന്നത്തെ ദിവസം മീനിങ് ഫുള്ളാണ് എന്ന് നമുക്ക് അങ്ങനെ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് ഒരു രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നത് ഈ പാലിയേറ്റീവിൽ പോയി വരുന്ന അന്നാണ്. എനിക്ക് ഗുരുവായൂർ ലൈഫ് കെയർ എന്നാണ് പാലിയേറ്റീവിൻ്റെ പേര്. അവിടെ ഇപ്പോൾ വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപാട് പേര് എപ്പിസോഡൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ചെറുപ്പക്കാർ, പയ്യന്മാരും പെൺകുട്ടികളും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പാലിയേറ്റീവിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചു. അവരും ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മളൊരു കോഴ്സ് എടുത്തപ്പോൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഒരുപാട് പേർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുക എന്ന് മാത്രമല്ല, വേറെ കുറേ പേര് ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം എനിക്ക് ഏറ്റവും, ഞാൻ ആ ഇൻ്റർവ്യൂവിലും പറഞ്ഞതുപോലെ, എനിക്ക് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മളെ ഏതൊരു വ്യക്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞാൽ
ഒരു 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 അധ്യാപകന്റെ പേരെങ്കിലും ആരെങ്കിലും പറയാതിരിക്കില്ല. ഈവൻ എന്നെയാണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പം അങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് ആവാൻ പറ്റുക, ഒരു കുട്ടിക്ക് നമ്മൾ എന്താ പറയുക, ഒരു കുട്ടിയെ നമ്മൾ സമൂഹത്തിലേക്ക് എല്ലാം തികഞ്ഞ ഒരാളാക്കി വിടുക എന്ന് പറയുമ്പോൾ അതിലൊരു നമുക്കൊരു പങ്കുണ്ടെങ്കിൽ അത് അത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തോന്നിയിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സിന് എനിക്ക് എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കുട്ടികളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ അവസാന കാലമാകുമ്പോഴത്തേക്കും ഈ പഠിപ്പിച്ച കുട്ടികളായിരിക്കാം. ഒന്നും വേണ്ട, വേറെ നമുക്ക് ഒന്നും വേണ്ട സമ്പത്ത് എന്ന് പറയാനായിട്ട്. ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കാം നമ്മളുടെ ഒരു ഇൻകം, നമ്മളുടെ ഒരു നേട്ടം എന്നൊക്കെ പറയാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ടീച്ചിങ് അത്രയും എന്താ പറയുക മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ ആവണം എന്ന് ആഗ്രഹം തോന്നിയത്. നല്ല മലയാളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും വിശ്വാസമില്ല. ഒരു 5-6 വയസ്സ് വരെ മലയാളം ഒട്ടും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം ഞാൻ ജനിച്ചതും 6 വയസ്സ് വരെ വളർന്നതും ബോംബെയിലായിരുന്നു. അപ്പോൾ മലയാളം പറയുമെങ്കിൽ പോലും ഒരു കുഴഞ്ഞ ഒരു വൃത്തികെട്ട മലയാളമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം 1-ാം ക്ലാസ് മുതലാണ് ഞാൻ നാട്ടിൽ പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ടീച്ചേഴ്സിനായിരിക്കും. കാരണം എന്നെ പഠിപ്പിക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ ഞാൻ പഠിച്ചത്. പിന്നെ എനിക്ക് ഭാഷയോടുള്ളൊരു ഇഷ്ടമുണ്ട്. എനിക്കൊരു പോളിസി ഉണ്ട്, നമ്മൾ ഏത് ഭാഷ സംസാരിക്കുമ്പോഴും അത് വ്യക്തമായിട്ട് സംസാരിക്കണം. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളൂ. പലരും വികലമായിട്ട് പല ഭാഷയും സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലരും പറയും മലയാളം വൃത്തികേടായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശബ്ദമുയർത്തും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൃത്തികേടായിട്ട് സംസാരിക്കുന്നവരും ഉണ്ട്. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ ആ ഭാഷയോടുള്ള റെസ്പെക്റ്റാണ് അത് സ്ഫുടമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മലയാള ഭാഷ എൻ്റെ ഭാഷയാണ്. അത് വ്യക്തമായിട്ട് എഴുതാനും വായിക്കാനും പറയാനും നന്നായിട്ട് അറിയാമെന്നുള്ളതൊരു അഭിമാനമാണ്. അതുപോലെ പീയൂഷ് മാം അത് സർട്ടിഫിക്കറ്റ് തന്നു എന്ന് പറഞ്ഞാൽ വേറൊരു അപ്രൂവൽ വേണ്ട. കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭാഷാ സ്നേഹിയാണ് പീയൂഷ് മാം. പീയൂഷ് മാം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ അത് വലിയൊരു അപ്രൂവലാണ്. എനിക്ക് തോന്നുന്നു ഭാഷയോടുള്ള ഇഷ്ടവും ആദരവും മതി ഒരു ഭാഷ വ്യക്തമായിട്ട് സംസാരിക്കാൻ. ഞാൻ KG ക്ലാസ്സസൊക്കെ ഞാൻ ബോംബെയിലാണ് പഠിച്ചത്. 1st സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഞാൻ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ചൂണ്ടലാണ് പഠിച്ചത്. +1 +2 ബെഥനി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സ്ട്രീം. +2 ശേഷം ഞാനിപ്പോൾ BCom ഫിനാൻസ് ചെയ്യുന്നു. ആര്യഭട്ട കോളേജിലാണ് മമ്മിയൂർ. അവിടെ ഇപ്പോൾ ഫൈനൽ ഇയർ BCom ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിനെ പറ്റി പറയാനുള്ളത്. പ്രോഗ്രാം ഒരു പകുതി ആയപ്പോഴത്തേക്കും കുറേ പേര്, ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു വലിയ മീഡിയമാണല്ലോ, ഫേസ്ബുക്കിൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജും കമൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും യു വിൽ ബി ദ വിന്നർ, അത് ഇത് എന്നൊക്കെ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരാൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു ദിവസം മിടുക്കിയുടെ ഒരു പേജിൽ പോയി ബെറ്റ് വെച്ചിരിക്കണു. ഞാൻ 5000 റുപ്പീസിന് ഞാൻ ബെറ്റ് വെക്കണു, സ്നേഹ ഉണ്ണികൃഷ്ണനായിരിക്കും ഇതിൻ്റെ വിന്നർ. ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയൊക്കെ ബെറ്റ് വെക്കണോ എന്നൊക്കെ. അങ്ങനെ ഫേസ്ബുക്കിലൂടെ കുറേ പ്രേക്ഷകർ വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഒന്നുകിൽ രമ്യ അല്ലെങ്കിൽ സ്നേഹ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിൽ എന്ന് പറയാനായിട്ട് എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ ഷോയിൽ പോയ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മാർക്ക് മൈ വേർഡ്സ് യു ആർ ഗോണ വിന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് കേട്ടിട്ടാണ് ഈ പറയണേന്ന്. എന്നിട്ട് ലാസ്റ്റ് വരെ ഞാൻ ഓരോ റൗണ്ട് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ ചേച്ചി നോക്കി ചേച്ചി എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുകൊണ്ട് ഇന്ന് ഞാൻ പോവും ഉറപ്പാണ്, ഈ ഡേഞ്ചർ സോണിൽ ഞാൻ ഉണ്ടാവും, ഞാൻ പോകും എന്ന് പറയുമ്പോൾ പറയും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ലേ അത് നീ വാങ്ങും. ഈവൻ ഫിനാലയുടെ തലേദിവസം എനിക്ക് മെസ്സേജ് ചെയ്തു എൻ്റെ ഒരു കസിൻ ബ്രദർ. പുള്ളി മെസ്സേജ് ചെയ്തു നീയാണ് വിന്നർ, ഇനി നാളെ പോയി ആ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്രൗൺ മേടിച്ചിട്ട് വായോന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിൽ. അതുപോലെ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ ഒരു മോഹമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നീ ആയിരിക്കും വിന്നർന്ന്. ഞാൻ പിന്നെ മോഹിക്കാനൊന്നും പോയില്ല, മോഹിച്ച് പിന്നെ കിട്ടിയില്ലെങ്കിൽ സങ്കടമാവുമല്ലോ. അങ്ങനെ കുറേ പേര് പറഞ്ഞിരുന്നു വിന്നർ ആയിരിക്കും എന്ന്.
അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയും, ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റൻ്റ് ആയ എനിക്ക് ഇത്രയും ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് വന്ന് സംസാരിക്കണു, ഷേക്ക് ഹാൻഡ് തരണു, കൂടെ ഫോട്ടോ എടുക്കണു. ഞാൻ പറയും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഞാനും കുറേ റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ട്, എനിക്കും കുറേ കണ്ടസ്റ്റൻസിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്ര എക്സൈറ്റഡ് ആയി പോയി സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം എവിടെ പോകുമ്പോഴും ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും, ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പുറത്തിറങ്ങും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കൊന്ന് ഒരുങ്ങി ഇറങ്ങണം. കാര്യം പുറത്ത് പോയി കഴിഞ്ഞാൽ മിടുക്കിയിലെ കണ്ടസ്റ്റൻ്റ് അല്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കും, ശ്രദ്ധിക്കും, സംസാരിക്കും. അപ്പോൾ ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. പുറത്തിറങ്ങുമ്പോൾ എല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പോവുക. കാര്യം എല്ലാവരും തിരിച്ചറിയും, ഒരുപാട് പേര് വന്ന് സംസാരിക്കും, ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. ചിലർ വന്ന് കെട്ടിപ്പിടിക്കുക. ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ചേച്ചി ഒരു വള തരുമോ, ചേച്ചിയുടെ ഊരി തരുമോ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളയൊക്കെ മേടിച്ചു കൊണ്ടും കുറേ പേര്. അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊന്നും അതൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരാളാണ്. അങ്ങനെയൊക്കെ ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കുടുംബം എന്ന് പറയാനായിട്ട് അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അച്ഛനിപ്പോൾ ഇല്ല. അച്ഛൻ 6 വർഷം മുൻപ് മരിച്ചു. അച്ഛന് ക്യാൻസർ ആയിരുന്നു. അതിനു മുൻപ് അച്ഛൻ സൗദിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. അമ്മയ്ക്കൊരു ചെറിയ ഷോപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ പോണു. പിന്നെ എനിക്കൊരു അനിയനാണുള്ളത്, ആകാശ് എന്നാണ് പേര്. 5th പഠിക്കണു, ഡീപ്പോളിലാണ് പഠിക്കണേ. കുഞ്ഞൊരു ഫാമിലിയാണ്, ഹാപ്പി ഫാമിലിയാണ്. ഭാവി പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. കാര്യം ഞാനൊരു കാര്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഡിപ്രഷൻ ആവുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല. എനിക്ക് എൻ്റെ കാലിബർ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. എനിക്ക് ഇതുവരെ എൻ്റെ ഒരു ടാലൻറ്റിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം, ഇപ്പോൾ ഈ മിടുക്കി എന്ന് പറയുന്നൊരു ടാഗ് പ്രശസ്തിക്കും പദവിക്കും അപ്പുറം ഒരുപാടൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പം അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. നാളെ ആരും പറയരുത് ഈ കുട്ടീനെയാണോ മിടുക്കിയാക്കിയത്, അല്ലെങ്കിൽ ഇതിനെ മിടുക്കിയാക്കിയത് വെറുതെ ആയി പോയി, അങ്ങനെ ഒരു പേര് വരരുത്. മിടുക്കി എന്നുള്ളൊരു ടാഗ് അവസാന കാലം വരെ അതുപോലെ തന്നെ ആർക്കും മിടുക്കി എന്ന് നോക്കി പറയാൻ പറ്റണം. അപ്പം അതാണ് ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ പറ്റണം, എന്തും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് പ്രേക്ഷകരാണ് എന്താ പറയുക, കിട്ടിയിട്ടുള്ള ഓരോ വിജയത്തിൻ്റെ ഒരു 50% അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം പ്രേക്ഷകരാണല്ലോ ഓരോ കലാകാരനെയും വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവരോടൊരു പ്രതിബദ്ധതയും കൂടി ഉണ്ട്, അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നാളെ എന്നെ സ്നേഹിച്ചു, സപ്പോർട്ട് തന്നു, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചെറിയ കാര്യം വരുമ്പോഴും ഓരോ ചെറിയ കോംപ്ലിമെൻറ്റ്സും ഓരോ ചെറിയ ക്രിറ്റിസിസവും ഒക്കെ തന്നിട്ട് എന്താ പറയുക, നല്ലത് വരുമ്പോൾ നല്ലതെന്നും ചീത്ത വരുമ്പോൾ ചീത്താന്നും വേർതിരിച്ച് എനിക്കൊരു നേർവഴി കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടും ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും, അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ നല്ലത് ചെയ്താൽ നല്ലതെന്ന് അംഗീകരിച്ച് തരാനും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് എനിക്ക് ചൂണ്ടിക്കാട്ടി തരാനും പ്രേക്ഷകർ എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.